കോഴിക്കോട് മണ്ണൂർ റെയിൽ വഴി സിറ്റി ചാലിയം റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകൾ പാതി വഴിയിൽ സർവീസ് അവസാനിപ്പിക്കുന്നതിനെതിരെ പ്രദേശവാസികൾ പ്രതിഷേധത്തിൽ. ട്രിപ്പ് റൂട്ട് ലംഘിക്കുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെ അധികാരികൾ നടപടി സ്വീകരിക്കണം. വിഷയത്തിൽ ജില്ലാ ഭരണകൂടം ഇടപെടണമെന്ന് PM മുഹമ്മദ് റിയാസ് MLA ആവശ്യപ്പെട്ടു. ബസ് പോലും ഇപ്പോൾ ചാലിയം ഭാഗത്തേക്ക് പോകുന്നില്ല. ചാലിയം ഒമ്പിച്ച് സ്കൂളിൽ പോണ 100 കണക്കിന് കുട്ടികൾ വീലാണ് യാത്ര ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ കുടുംബാരോഗ്യ കേന്ദ്രമുണ്ട്, ഇവിടെ ചാലിയം കുടുംബാരോഗ്യ കേന്ദ്രം. അവിടേക്ക് പോണ രോഗികൾ ഇവരൊക്കെ ഇപ്പം ഓട്ടോറിക്ഷ വിളിച്ച് പോകേണ്ട ഒരവസ്ഥയാണ്. ഒരു പെൻഷൻ ബാങ്കിൽ മേടിക്കുന്നവർക്ക് പെൻഷൻ മേടിക്കാൻ പോകണമെങ്കിൽ 200 രൂപയോളം അതിൽ നിന്ന് ചെലവാക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ്. മണ്ണൂർ റെയിൽ വഴി കോഴിക്കോട് സിറ്റി ചാലിയം റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകൾ മണ്ണൂർ റെയിൽ ഗേറ്റിന് സമീപം ട്രിപ്പ് അവസാനിപ്പിച്ച് പാതി വഴിയിൽ മടങ്ങിപ്പോകുന്നതായാണ് നാട്ടുകാരുടെ പരാതി. ബസ്സുകാരുടെ ഈ നടപടി കാരണം മണ്ണൂർ റെയിൽവേ ഗേറ്റിൽ നിന്ന് ചാലിയം ഭാഗത്തേക്ക് പോകുന്ന നാട്ടുകാർ പ്രതിസന്ധിയിലാണ്. സ്കൂൾ വിദ്യാർത്ഥികളടക്കം ഗുരുതര യാത്രാ പ്രശ്നമാണ് ഇവിടെ നേരിടുന്നത്. ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ നടന്നു പോകലാണ് സ്കൂളിൽ പോകുമ്പോൾ. പിന്നെ വൈകുന്നേരം വരാനും വീട്ടിലെത്തുമ്പോഴേക്ക് കുറേ നേരമാവും. കുറേ 5:30 ആവണം വീട്ടിൽ തന്നെ എത്താനായിട്ട്. അപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ഈ ബസ് ഉണ്ടെങ്കിൽ നല്ലൊരു സുഖമായിരിക്കും. വിഷയത്തിൽ RTOയ്ക്ക് പരാതി നൽകി അനുകൂല തീരുമാനത്തിന് കാത്തിരിക്കുകയാണ് ഇവർ. ജില്ലാ ഭരണകൂടം അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് MLA PA മുഹമ്മദ് റിയാസും ആവശ്യപ്പെട്ടു. നിലവിൽ പലരും മണ്ണൂർ റെയിൽ ഗേറ്റിൽ നിന്ന് ഓട്ടോറിക്ഷ പിടിച്ചും നടന്നുമാണ് ചാലിയത്തെത്തുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.